ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വട്ടവട വന്നിട്ട് തിരിച്ച് പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഈ വട്ടവടയിലെ ഒരു പ്രശ്നമായി എനിക്ക് ഫീൽ ചെയ്ത് ഇവിടുത്തെ റോഡാട്ടോ. റോഡിനാണെങ്കിൽ വളരെ പരിതാപകരമാണ്, വളരെ മോശമാണ്. ഞാനിപ്പം വട്ടവട വില്ലേജ് ഓഫീസിൻ്റെ സമീപത്ത് നിന്ന് വണ്ടി എടുക്കുന്നത്. തൊട്ട് പുറകിൽ വട്ടവട വില്ലേജ് ഓഫീസാണ്. ഇനി ഇവിടെ നിന്നുള്ള റോഡിൻ്റെ അവസ്ഥ ഞാനുണ്ടെങ്കിൽ വളരെ മോശമാണ്. തീർത്തും മോശമുണ്ടെങ്കിൽ സാധാരണ വണ്ടികൾക്കൊക്കെ വരാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ടഫ് സിറ്റുവേഷനാണ്. സാധാരണ ഒരു ചെറിയ കാറിനൊക്കെ വരണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇവിടെ കൂടുതലും ജീപ്പാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുക. അപ്പം പലപ്പോഴും ടൂറിസ്റ്റ് വന്നിട്ട് പലപ്പോഴും ഉള്ളേരിയയിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകാനുള്ള പരിചയക്കുറവ്. കാരണം ഭയങ്കര റോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ തീർത്ത് പോയി കിടക്കുവാണ്. റോഡില്ലെന്ന് തന്നെ പറയാം അങ്ങോട്ടോ. അതായത് കല്ലൊക്കെ തിരിഞ്ഞ് മാറിക്കിടക്കുവാണ്. ഇപ്പൊ വണ്ടിയുടെ ഫസ്റ്റ് കയറി പോയിട്ട് തന്നെ നല്ല പിടുത്തോട്ടോ വണ്ടിക്ക്. അതായത് എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത്, ഈ റോഡ് ഒന്ന് ഇത്രയും പെട്ടെന്ന് ശരിയാക്കില്ല ഭയങ്കര പാടാട്ടോ. ഇവിടെ വരുന്നവർക്ക് നല്ല രീതിയിൽ പാടാണ്. ഇപ്പൊ പരിചയമില്ലാത്ത ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ തന്നെ നല്ല ടഫായിരിക്കും. അപ്പം വണ്ടി അടിയൊക്കെ തട്ടും. ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ വണ്ടി എക്കോ സ്പോർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ കയറി പോകുന്നുണ്ട്. നല്ല ഫസ്റ്റിലാണ് കയറി പോകുന്നത്. നല്ല പിടുത്തം കേട്ടോ വണ്ടിക്ക്, നല്ല ഈ പിടുത്തമുണ്ട്. കാരണം റോഡ് തീർത്ത് മോശമായി കിടക്കുവാണ്. ഏകദേശം മുകളിലോട്ട് കയറി ചെല്ലുവാണ്. ഇവിടെയൊക്കെ റോഡ് തീർത്ത് എന്താ പറയുക, കല്ലൊക്കെ തിരിഞ്ഞ് കിടക്കും കേട്ടോ. പലരും ഞാനിപ്പോൾ തൊട്ടും ഒരു ആക്സിഡന്റ് കണ്ടേ ഉള്ളൂ. ഒരു കാറുകാരൻ്റെ പുറകെ പോയി ഇടിക്കുന്നുണ്ട്. പരിചയക്കുറവും റോഡിന്റെ മോശാവസ്ഥ കൊണ്ടാണ്. ഏകദേശം നമ്മൾ മണ്ടേ വരെ കയറാനായിട്ടോ. തിരിച്ച് കയറി പോരുന്നു തോന്നി. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് വണ്ടി കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ. അപ്പം നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് വിടുക. കാരണം ഇവിടുത്തെ റോഡൊക്കെ ശരിയാക്കേണ്ട എല്ലാവരുടെയും ആവശ്യമാണല്ലോ. ഓക്കെ, അപ്പം കാണാം, അടുത്ത വീഡിയോ കാണാം.